റഷ്യൻ പ്രസിഡന്റ് പുടിൻ എത്തുകയാണ്. ഡിസംബർ 4-5 തീയതികളിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തുണ്ടാകും. പല നിർണായകമായിട്ടുള്ള കരാറുകളിൽ ഒപ്പിടും, പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും വളരെ ഉദ്വേഗഭരിതരായിട്ട് കാത്തിരിക്കുകയാണ്, വളരെ ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുകയാണ്. എന്താണ് പുടിൻ വന്നിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇവിടെ പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നീക്കം? കാരണം ഇത് ജിയോ പൊളിറ്റിക്സിനെ പോലും മാറ്റിമറിക്കാവുന്ന തരത്തിലുള്ള ചില ധാരണകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന ആളാണ് പുടിൻ. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെക്കാട്ടിൽ ആകാംക്ഷയോടുകൂടി കാണുന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വരും ഈ പുടിൻ എന്ന് പറയുന്നതും. അതുപോലെ നമ്മുടെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയൊക്കെ വരും, അറിയാമല്ലോ. ഇപ്പം അതിനെക്കാട്ടി വലിയ എല്ലാ രീതിയിലും വാല്യബിൾ പേഴ്സൺ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ഈ പുടിൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലായിടവും സന്ദർശിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹൃദമുണ്ട്. പുടിൻ എന്ന് പറയുന്ന ആൾ എൻ്റെ രാജ്യത്തോട്ടൊന്ന് വരണേ എന്ന് വിചാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെ പോകണമെന്ന് ആര് ക്ഷണിച്ചാലും വളരെ കൂടുതൽ ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്ന ഒരു ഒരു രാജ്യത്തിൻ്റെ തലവനാണ് അദ്ദേഹം. ഭയങ്കര സെക്യൂരിറ്റി ത്രെട്ടും ഒക്കെ ഉള്ള മരം പോലും ചെല്ലുന്ന രാജ്യത്ത് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ അറിയാമല്ലോ. അപ്പം വലിയ വലിപ്പത്തിലുള്ള നേതാവാണ്. ആ രാജ്യം വലിയ വലിപ്പത്തിലുള്ള രാജ്യവുമാണ്. അപ്പം അതിനകത്ത് ഇപ്പം ചില പ്രശ്നങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശക്തിയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോടൊന്നും തുലനം ചെയ്യാൻ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോലും നമ്പർ 1 എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് പോലും സംശയം ഉണ്ടാവും, ഞാനാണോ ഈ പറയുന്ന ആയുധ ശേഖരത്തിലും ആയുധ ശേഷിയിലും ഒക്കെ നമ്പർ 1. അപ്പം അത്തരത്തിലൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അദ്ദേഹം ഇന്ത്യ നേരത്തെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഈ ജിയോ പൊളിറ്റിക്സിൽ വലിയ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത്, അതായത് എവിടേക്ക് ആരൊക്കെ ആരുടെ കൂടെ എന്തൊക്കെ സംഭവിക്കുന്നു. കാരണം ഈ ഇസ്രായേലിൻ്റെ യുദ്ധം അറിയാമല്ലോ, അതുപോലെ ചൈന, ജപ്പാൻ, ഈ തായ്വാൻ, ഈ പറയുന്ന പോലെ യുക്രൈൻ യുദ്ധം ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏറ്റവും വലിയ പ്രഷർ ഏഷ്യയിൽ ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ പ്രഷർ, അതിൻ്റെ കൂടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രഷർ, അല്ലെങ്കിൽ ഈ പറയുന്ന ബലൂചിൻ അത് പാകിസ്ഥാനകത്തുള്ള വിഷയങ്ങൾ, അതിൻ്റെ കൂടെ തുർക്കിയുടെ പ്രശ്നങ്ങൾ. അപ്പം മൊത്തത്തിലൊരു പ്രശ്നമാണ് അതിനകത്ത്. ഈ ജിയോ പൊളിറ്റിക്സിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത്, അതായത് താരിഫിൻ്റെ വിഷയത്തിലായിരുന്നു ഒരുപക്ഷേ ജിയോ പൊളിറ്റിക്സിൽ ലോകം മൊത്തവും വിറങ്ങലിച്ച്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം, അമേരിക്കയുടെ തീരുമാനത്തിനെതിരെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എങ്ങനെയാകും എന്നൊക്കെ ലോകം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, ഇന്ത്യക്കെതിരെ താരിഫ് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യ തീരുമാനമെടുക്കുന്നു, ഒന്നും ചെയ്യാനുള്ള ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിടത്ത് അമേരിക്ക ലോകം മൊത്തവും താരിഫ് ഏർപ്പെടുത്തിയതിനകത്തുനിന്ന് പിന്തിരിയേണ്ടി വരുന്ന ഒരവസ്ഥ. അതേ നിലപാട് ചൈന എടുക്കുന്നു. ജിയോ പൊളിറ്റിക്സിൽ വ്യത്യാസം വരുന്നു. ഈ ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്കറിയാം RIC എന്ന് പറയുന്ന അതുവരെ ഇല്ലാത്ത ഒരു സംഭവം രൂപീകൃതമാകുന്നു. അതുപോലെ തന്നെ ബ്രിക്സിന് ശക്തി അറിയുന്നു. അപ്പം അമേരിക്കയെ പെടുത്തിയ സമയത്ത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമയത്ത് അദ്ദേഹം വരുന്നു എന്ന് തീരുമാനമെടുക്കുന്നു. ഇപ്പോഴത്തെ വരവിനകത്ത് അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം പാകിസ്ഥാന് താക്കീത് കൊടുത്താണ് ഇനിയൊരു കാര്യം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലുണ്ടായാൽ പാകിസ്ഥാൻ ഭൂപടത്തിൽ കാണത്തില്ലെന്ന് വെറുതെ കാര്യം പറയാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. അതിനു മുമ്പ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ അതേപടി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ലാതെ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ചുമ്മാതെയാവത്തില്ല, മറ്റ് രാഷ്ട്രത്തലവന്മാർ പറയുന്നത് പോലെ ആകത്തില്ല എന്ന് ലോകം ആകാംക്ഷാഭരിതമായിട്ടിരിക്കുമ്പോൾ, ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഏത് സമയവും സംഘർഷം അത് പാകിസ്ഥാനപ്പുറം ഈ പറയുന്ന ബംഗ്ലാദേശിലും ഒരുപക്ഷെ തുർക്കിയിലേക്കും കൂടി വ്യാപിക്കുമോ എന്ന് ആശങ്കപ്പെടുന്ന സമയത്ത്, അഫ്ഗാന്റെ ഭാഗമായിട്ട് അഫ്ഗാനെ അറിയാമല്ലോ, ലോകത്ത് തള്ളിക്കളയുമ്പോൾ അഫ്ഗാൻ ഒന്നാമത്തെ അല്ലെങ്കിൽ രാജ്യമായിട്ട് അംഗീകരിച്ച റഷ്യയാണ്. അഫ്ഗാനെ പിന്തുണയ്ക്കാൻ ചൈന നിൽക്കുകയാണ്. അഫ്ഗാന്റെ അവിടുത്തെ വേണമെന്ന് പറയുന്ന സൈനിക താവളത്തിൻ്റെ പുറകിൽ പാടില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊരു ജിയോ പൊളിറ്റിക്സിനകത്ത് നേരത്തെ വരാൻ തീരുമാനിച്ചതിനെക്കാട്ടി വലിയ കുഴപ്പങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ഒരു ജിയോ പൊളിറ്റിക്സ്, അതിന് പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് ഇന്ത്യ നിൽക്കുമ്പോൾ ഇന്ത്യയിലേക്ക് പുടിൻ വരുന്നു. ആ പുടിൻ്റെ വരവിനകത്ത് വലിയ വലിയ പ്രതിരോധ കരാറൊക്കെ ഒപ്പിടും. നമ്മൾ ആ രാജ്യം തമ്മിൽ ലോകത്ത് ഇതുവരെ ഉള്ളതും, അല്ലെങ്കിൽ ഇത്രയും കാലം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ വ്യവസായം നമ്മൾ പറയും. ഇപ്പം എല്ലാവരും പറയും ക്രൂഡ് ഓയിലാണ് ഏറ്റവും വലിയ. ക്രൂഡ് ഓയിലൊക്കെ ഈ അവിടുത്തെ ഉക്രൈൻ യുദ്ധകാലത്താണ് നമുക്ക് അതും ജിയോ പൊളിറ്റിക്സിനകത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില കൂട്ടായിരിക്കുന്നതിന് വേണ്ടി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് ക്രൂഡ് ഓയിൽ കൂടുതൽ മേടിച്ചത്. വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് അവിടുന്ന് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ട് ഇത്രയും ദൂരം ഉണ്ടായിരുന്നു, ചിലവ് കൂടുതലായിട്ടും. അപ്പോൾ നമ്മുടെ ചിലവ് ബാക്കി GCC രാജ്യങ്ങളിൽ നിന്ന് ഉള്ളതിനെക്കാട്ടി കുറച്ച് തരാമെന്ന് പറഞ്ഞു വളരെ സുതാര്യമായിട്ട് പിന്നെ കിട്ടി തുടങ്ങി. അങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത നമ്മൾ കൂട്ടി. നമ്മുടെ അതിനും അതിനെക്കാട്ടി വലിയ കച്ചവടം സൂര്യകാന്തി എണ്ണയുടെ പേര് നടക്കുന്നുണ്ടല്ലോ, ഇതൊന്നും വെളിയൊരു.
അതിനെക്കാട്ടിൽ വലിയ കച്ചവടം എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത് ആയുധ വ്യാപാരമാണ്. ഉം. അപ്പോൾ ആയുധ വ്യാപാരത്തിനകത്ത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തിന് ആയുധ വ്യാപാരം ഈ പറയുന്ന പോലെ ലോകത്തോ ഏറ്റവും കൂടുതൽ ആയുധ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കൻ റഷ്യക്ക് കുറവ് വന്നു, 87% കുറവ് വന്നു. കാരണം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുപോലെ ബാനുണ്ട് അവിടുന്ന്. അപ്പോൾ ആ ആയുധ കരാറിനകത്ത് വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ആയുധം മേടിക്കുമ്പോൾ എന്നും ചൈനയ്ക്ക് പോലും S-400 കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സോഴ്സ് കോഡ് കൊടുത്തില്ല, നമുക്ക് തന്നു. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് ഇവിടെ പല ആയുധങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു. അവരുടെ പല ആയുധങ്ങളും നമ്മൾ ഈ പറയുന്ന സിന്ദൂരിൽ ഉപയോഗിക്കുന്നു, അത് വലിയ വിജയമാക്കുന്നു. അവരുടെ ഈ പറയുന്ന Su-57 നമ്മൾ മേടിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് അത് മേടിക്കാൻ ഇന്ത്യ തീരുമാനിക്കുമ്പോൾ F-35 എന്ന് പറഞ്ഞ 5ാം തലമുറ ലോകത്തിലെ നമ്പർ 1 എന്ന് പറയുന്ന 5ാം തലമുറ മാറ്റിയിടേണ്ടി വരുന്നു, ആർക്കും വേണ്ടാത്ത വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ല, വല്ലാത്തൊരു കരാർ, ഒരു ജിയോ പൊളിറ്റിക്സിനകത്തൊരു വ്യത്യാസം ഇത് ലോകത്ത് വലിയ വ്യത്യാസം വരുത്തും. ലോകത്തിനകത്ത് ജിയോ പൊളിറ്റിക്സിനകത്ത് വ്യത്യാസം വരുത്തും. മാത്രവുമല്ല തിരിച്ചടിക്ക്, സിന്ദൂർ 2 തിരിച്ചടിക്ക് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന, നമുക്കാരുടെയും സഹായം വേണ്ട, നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും നമ്മളെ ഇൻഡയറക്റ്റായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ റഷ്യൻ പട്ടാളം നമ്മുടെ പല ആയുധങ്ങളും അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ എപ്പോഴും ഇവിടെ പല സൈനിക താവളങ്ങളും ഹോൾഡ് ഉണ്ട്, അറിയാം, അല്ലെങ്കിൽ ഉണ്ട്. അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതുപോലെ ഉണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വരവും ഇവിടുത്തെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഒരുപക്ഷെ ജയശങ്കറുമായിട്ടൊക്കെയുള്ള ചർച്ച, അജിത് ഡോവലുമായിട്ടുള്ള ചർച്ച ഇപ്പം നമ്മൾ രാവിലെയും വൈകിട്ടും പോയിരുന്ന് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ ഒന്ന് പോകുമ്പോൾ വലിയ വാർത്തയാണ്. ഇപ്പം അങ്ങനെയല്ല, നിരന്തരം ഈ രാജ്യങ്ങൾ തമ്മിൽ ചർച്ചയും കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇവിടെ വന്നിരുന്ന് വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട RIC എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എണ്ണ കൊണ്ടിരുന്ന ചൈനയാണ്, അറിയാം, റഷ്യ ആ രീതിയിലേക്ക് മാറി. കാരണം ഇന്ത്യ, ചൈന, റഷ്യ ആ എണ്ണ എത്തിക്കുന്നത് ചൈനയുടെ ദൗത്യമായിട്ട് വരെ മാറുന്ന രീതിയിലേക്ക് ബന്ധങ്ങളുണ്ടായി. അപ്പം ഞാൻ RICയുടെ കാര്യം പറഞ്ഞു, റഷ്യ, ഇന്ത്യ, ചൈന ബന്ധം. ഇതൊക്കെ വലിയ പ്രശ്നം യൂറോപ്യൻ യൂണിയനിലും G7 രാജ്യങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ലോകക്രമം വിട്ടുപോകുന്നൊരവസ്ഥ. ഇന്ത്യ ഇറങ്ങി നിന്നാൽ, ഇന്ത്യയെ ഇറക്കി നിർത്തിയാൽ RIC ഉണ്ടാകുന്നു, അതിന് ബലം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അതുവരെ ബ്രിക്സ് ഉണ്ടായിരുന്നു, നിൽക്കും, അതിന് ബലമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇറങ്ങി നിൽക്കുമ്പോൾ അതിന് ബലം ഉണ്ടാകുന്നു, അതിൻ്റെ പേരിൽ കറൻസി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലോകക്രമത്തിനകത്ത്, വ്യാപാരക്രമത്തിനകത്ത് വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതെല്ലാം വല്ലാത്തൊരു കൂടിയാലോചന, അല്ലെങ്കിൽ ഇതിന് ശേഷം ആ ചർച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ നേതാക്കന്മാർ ഇരുന്നതിന് ശേഷം, ഇനി ആരൊക്കെ ഇവിടെ വന്നിരുന്നു, ഇവർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ ആരൊക്കെ ഫോണിൽ കൂടെ അല്ല ബന്ധപ്പെടുമെന്നോ ആരൊക്കെ ആയിട്ട് ചർച്ച നടക്കുമെന്നൊക്കെ ഉള്ള രഹസ്യമാണല്ലോ. അപ്പോൾ അതേ രീതിയിലേക്ക് ഒരു വലിയ അതുപോലെ ഇപ്പോൾ തന്നെ നമ്മൾ കൂടുതൽ S-400 മേടിക്കാൻ തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞു S-400 സുദർശന ചക്ര, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ, അത് ഒരുക്കിയിരിക്കുന്നത്. അത് ലോകത്തെ ഒരു രാജ്യത്തിനും ആ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അത്രയ്ക്ക് അത് എങ്ങനെ അവരുടെ സോഴ്സ് കോഡ് മേടിച്ചിട്ട് നമ്മൾ S-400 ആ സോഴ്സ് കോഡ് കിട്ടിയതുകൊണ്ട് നമ്മൾ അതിനകത്ത് അതിന് രൂപമാറ്റം വരുത്തിയിട്ട് സുദർശന ചക്രനാക്കി. ഇപ്പം നമ്മൾ വീണ്ടും കഴിഞ്ഞ ആഗസ്റ്റ് 15 സുദർശന ചക്ര എന്ന് പേരുള്ള പുതിയ നമ്മുടേതായ പ്രതിരോധ സംവിധാനം വീണ്ടും ഒരുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം വീണ്ടും S-400 കൂടുതൽ മേടിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അമേരിക്കയായിട്ട് ചില വ്യാപാര കരാറുകളുണ്ട്. അതിപ്പം ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഇവിടുന്ന് 10,000 കോടിയുടെ 50,000 കോടിയുടെ 1,00,000 കോടിയുടെ മേടിക്കുമ്പോൾ ചിലപ്പം 10,000 കോടിയുടെ അവരുടെ മേടിക്കും. നമുക്ക് ചിലപ്പോൾ അവിടെ ചില യുദ്ധക്കോപ്പുകളുടെ ആവശ്യമുണ്ടായിരിക്കും. അപ്പം പറഞ്ഞു വന്നത്, ഈ S-400 അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ കരാറുകളും ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന വ്യത്യാസവും, അല്ലെങ്കിൽ അതെങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്ന ശക്തിയായിട്ട് ഇന്ത്യ മാറുന്നു. അതായത് അങ്ങനെ തീരുമാനിപ്പിക്കാൻ പറ്റുന്ന ആളെന്ന് കണ്ട് പുടിൻ ഇടപെടുന്നു. പുടിൻ ഇന്ത്യക്ക് വേണ്ടി ചൈനയുമായിട്ട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഇന്ത്യക്കകത്ത് തുർക്കിയും അല്ലെ പല രാജ്യങ്ങളും, അസർബൈജാൻ പോലെയുള്ള രാജ്യങ്ങളും ഒക്കെ നമുക്കെതിരെ വരുമ്പോൾ അതിനെതിരെയുള്ള നീക്കത്തിലേക്ക് പോകുന്നു. അതായത് അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പല മേഖലയിലേക്കും ഒരുപക്ഷെ റഷ്യയും ഇന്ത്യയും ചൈനയും അമേരിക്ക പണ്ടത്തുപോലെ ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഇടപെടുന്നു. അത് ബലൂചിസ്ഥാൻ്റെ കാര്യത്തിലായാലും ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലെ പോർട്ടിൻ്റെ കാര്യത്തിലായാലും എങ്ങും പഴയതുപോലെ ഞാനങ്ങ് ഇറങ്ങും, ഞാനങ്ങ് പിടിക്കും എന്നൊക്കെ പറയുന്ന രീതി മാറി. മനസ്സിലാവുന്നു. ഇപ്പം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ശക്തമായിട്ട് വാടാന്ന് പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ത്യ കൂടെ നിൽക്കുക, 2 റഷ്യ നിൽക്കുക, ചൈന നിൽക്കുക, പിന്നെന്താ വേണം? ഈ 3 രാജ്യങ്ങളും 3 ഈ പറയുന്നത് പോലെ ആണവ രാജ്യങ്ങൾ. ഈ 3ൻ്റെയും കൂടെ സൈനിക ബലം അല്ലെങ്കിൽ ശക്തി, അല്ലെങ്കിൽ നാളെ കാലത്ത് ഇതെല്ലാം 3 പേർ നിൽക്കുന്നില്ല. പക്ഷേ അതൊരു വല്ലാത്ത പിന്തുണയാണ്. അപ്പം അത് അപ്പുറത്താര പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നവർ അമേരിക്ക.
വലിയ സ്ഥാനത്ത് കയറാൻ നിൽക്കുന്നവരെ അമേരിക്ക, ഇതൊന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു കൂടിയാലോചന, ആ വരവിനകത്ത് അല്ലെങ്കിൽ ആ കൂടിയാലോചനയ്ക്കകത്ത് തീരുമാനത്തിനകത്ത് ഈ താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ അവർ അനുഭവിച്ചതാണ്. അതിന് ശേഷം ഈ ലോകക്രമത്തിനകത്ത് അവർ പിടിക്കുന്നിടത്ത് എങ്ങും നിൽക്കാതെ പോയി. ഇന്ത്യയുടെ തീരുമാനവും അതിൻ്റെ പുറകെ റഷ്യയുടെ തീരുമാനവും അതിനനുസരിച്ച് നമ്മളെക്കാട്ടി ബലമുണ്ടെങ്കിലും ജിയോ പൊളിറ്റിക്സിൽ വലിയ കക്ഷിയാണെന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നതും വളരെ വ്യത്യാസമുള്ളതായിട്ട് ചൈനയ്ക്ക് നമ്മളെ കോപ്പി പേസ്റ്റ് നമ്മൾ പറഞ്ഞ വർത്തമാനം അതുപോലെ പറയേണ്ടി വന്നു. ഇന്ത്യ പറഞ്ഞപ്പോൾ പറയേണ്ടി വന്നു. അപ്പോൾ അതേ ഈ രീതിയിലേക്കുള്ള ഒരു രാജ്യവും അല്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്കും അദ്ദേഹത്തിൻ്റെ വരവ് ഇവിടെ സ്വാധീനം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ജിയോ പൊളിറ്റിക്സിൽ ലോകം ഈ പുടിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് വലിയ ചർച്ചയാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം അങ്ങനെ എങ്ങും പോയി ചർച്ച ചെയ്യുന്ന ഒരു നേതാവുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.